Bluetooth mode. ഹായ് ഫ്രണ്ട്സ്, കാട്ടക് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന ഒരു ട്രോളി സ്പീക്കറാണ്. അതെങ്ങനെ നിർമ്മിക്കാമെന്ന് നമുക്ക് നേരെ വീഡിയോയിൽ കാണാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് എടുക്കുന്ന ഒരു ആംപ്ലിഫയർ ബോർഡാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇതെല്ലാം വയറെല്ലാം സെറ്റ് ചെയ്ത് വരുന്ന ബോർഡാണ്. അതായത് വോളിയം കൺട്രോളും അതേപോലെ തന്നെ USB കണക്ട് ചെയ്യാനുള്ള വയറും കാര്യങ്ങളെല്ലാം സെറ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഓഡിയോ ബോർഡാണ്. 4440 എന്ന IC വരുന്ന ബോർഡാണിത്. അടുത്തായി എടുക്കുന്ന USB പാനൽ ബോർഡാണ്. ഇത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള പാനൽ ബോർഡാണ്. ഇതിന് 160 രൂപയാണ് റേറ്റ് വരുന്നത്. ഇലക്ട്രോണിക് ഷോപ്പിൽ അവൈലബിൾ ആണ്. അടുത്തായി എടുക്കുന്ന 6 ഇഞ്ചിൻ്റെ 2 സ്പീക്കറുകളാണ്. ഇത് 50 വാട്ട്സ് ഔട്ട്പുട്ട് വരുന്ന സ്പീക്കറാണ്. ഇങ്ങനത്തെ 2 സ്പീക്കറാണ് എടുത്തത്. അടുത്തായി എടുക്കുന്നത് UPS ബാറ്ററിയാണ്. ഇത് 12 വോൾട്ടാണ് ഔട്ട്പുട്ട് വരുന്നത്. പിന്നെ അത് ചാർജറിലേക്ക് കണക്ട് ചെയ്യാനുള്ളൊരു ചാർജിങ് സോക്കറ്റും കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. അടുത്തായി എടുക്കുന്ന ഒരു ഫോറസ്റ്റ് ഷീറ്റാണ്. ഇത് 8 mm തിക്നെസ് വരുന്ന ഫോറസ്റ്റ് ഷീറ്റാണ്. അടുത്തായി എടുക്കുന്നത് ഞാൻ ട്രോളി ബാഗിൻ്റെ റാഡാണ്. ഇതൊരു കേടായ ട്രോളി ബാഗിൻ്റെ റാഡ് മാത്രം റിമൂവ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ റാഡ് നമുക്ക് ബാഗ് റിപ്പയർ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇത് 18 ഇഞ്ചാണ് ഇതിൻ്റെ ഉയരം വരുന്നത്. പിന്നെ വീതി വന്നിട്ട് 12 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു റാഡാണ് ഞാൻ എടുത്തത്. ഈ ഫോറസ്റ്റ് ഷീറ്റ് എല്ലാം ബോക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. അതായത് സ്പീക്കർ വരുന്ന വശം ഇതാണ്. ഇത് 30.5 സെൻറ്റിമീറ്ററിലേക്ക് 38 സെൻറ്റിമീറ്റർ എന്ന സൈസിലാണ് ഞാൻ കട്ട് ചെയ്തത്. അടുത്തടുത്ത് സൈഡ് വശമാണ്. അതായത് 45 സെൻറ്റിമീറ്റർ ഉയരവും 15.5 സെൻറ്റിമീറ്റർ വീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇതിൻ്റെ ടോപ്പിലായിട്ട് ഞാനൊരു കർവ് ഇട്ടിട്ടുണ്ട്. അതായത് ട്രോളി ബാഗിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ കട്ട് ചെയ്ത്. ഇങ്ങനത്തെ 2 പീസാണ് നമുക്ക് ആവശ്യമുള്ളത്. അടുത്ത് ഇതിൻ്റെ ഇടത്തട്ട് ഇടുന്ന പീസാണ്. ഇത് 14.5 സെൻറ്റിമീറ്റർക്ക് 29 സെൻറ്റിമീറ്റർ എന്ന സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ 2 പീസാണ് നമുക്ക് ആവശ്യമുള്ളത്. അടുത്തായി എടുക്കുന്നത് ഇതിൻ്റെ ബാക്ക് വശമാണ്. അതായത് ബാക്ക് കവർ ചെയ്യുന്ന പീസാണ്. ഇത് 45 സെൻറ്റിമീറ്റർ ഉയരവും 29 സെൻറ്റിമീറ്റർ വീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. പിന്നെ ലാസ്റ്റ് എടുക്കുന്നത് ഇത് ബേസാണ്. ഇത് 15.5 സെൻറ്റിമീറ്ററിൻ്റെ വീതിയും 30 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി അടുത്ത ഈ സ്പീക്കറിൻ്റെ റൗണ്ടൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കത് കട്ട് ചെയ്യാം. സ്പീക്കറിൻ്റെ റൗണ്ട് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്പീക്കറും ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ എല്ലാം ക്ലിയർ ആണ്. ഇനി നമുക്ക് ബോക്സ് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇത് ഒട്ടിക്കാൻ യൂസ് ചെയ്യുന്ന ഗ്ലൂ ഫ്ലെക്സ് ഗ്ലൂ ആണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി നേരെ ബോക്സ് ഒട്ടിച്ചെടുക്കാം.
ഇനി ഓപ്പോസിറ്റ് സൈഡായിട്ട് ഞാൻ ബാസ് ഹോൾ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അപ്പർ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത പീസ് വെച്ച് ഒട്ടിക്കുകയാണ്. അതായത് ഹോളിൻ്റെ ഫ്രണ്ട് ഒന്ന് ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് അപ്പർ സൈഡിൽ കട്ട് ചെയ്ത പീസ് വെച്ച് ഞാൻ ഈ സൈഡിലൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു ചെറിയ ഹോൾ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ ഹോള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ബാക്ക് കവറിൻ്റെ മുകളിലൊരു സ്പോഞ്ച് ഒട്ടിക്കുകയാണ്. അതായത് വൈബ്രേഷനും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പോഞ്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി സ്പോഞ്ച് കട്ട് ചെയ്ത് ഒട്ടിക്കാം. അപ്പോൾ ഞാൻ ഒട്ടിക്കാൻ യൂസ് ചെയ്യുന്ന ഗ്ലൂ പറയുന്നത് ഫെവി ബോണ്ടാണ്. അടുത്തായി ബോക്സിൻ്റെ മുകളിലൊരു വിനൈൽ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ്. ഞാനൊരു റെഡ് വിനൈൽ സ്റ്റിക്കറാണ് എടുത്തിരിക്കുന്നത്. ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെഡ് എടുത്തത്. അപ്പോൾ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി ഹോളുകൾ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാം. അതായത് USB പാനലിൻ്റെ ഹോളും അതേപോലെ തന്നെ വോളിയം കൺട്രോളിൽ ഇട്ട ഹോളും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. സ്റ്റിക്കർ അതിൻ്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ആംപ്ലിഫയർ ബോർഡ് ഞാൻ ബോക്സിലേക്ക് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് വോളിയം കൺട്രോളും കാര്യങ്ങളും എല്ലാം പുറത്തേക്ക് എടുക്കുക. ആ ഹോൾ ഇട്ടതിൽ കൂടെ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അത് USB പാനൽ ബോർഡിലേക്കുള്ള കണക്ഷനും ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. വോളിയം കൺട്രോളും എല്ലാം നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ USB പാനൽ ബോർഡിലേക്കുള്ള കണക്ഷനും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് USB പാനൽ ബോർഡ് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആംപ്ലിഫയർ ബോർഡിൻ്റെ വയറും കാര്യങ്ങളും ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അതായത് സ്പീക്കറിൻ്റെ 2 വയർ ഔട്ട്പുട്ടും അതേപോലെ തന്നെ ഇൻപുട്ട് കൊടുക്കുന്ന 12 വോൾട്ട് ഇൻപുട്ട് കൊടുക്കേണ്ട വയറും ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു സ്വിച്ച് വയ്ക്കാനുള്ള ഹോള് മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലൊരു സ്വിച്ച് ഫിക്സ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി വോളിയം കൺട്രോള്, ബാലൻസ് അതേപോലെ തന്നെ ബാസ്, ട്രബിളിൽ എല്ലാത്തിലും നമ്മൾ നോബ് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തായിട്ട് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നേരെ സ്പീക്കറിലേക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്പീക്കറിൽ കണക്ട് ചെയ്യുമ്പോൾ ട്യൂട്ടറിൻ്റെ വയറും അതേപോലെ തന്നെ സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റും റൈറ്റും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ട്യൂട്ടറിൻ്റെ ലൈൻ നേരെ സ്പീക്കറിലേക്കും പിന്നെ ആംപ്ലിഫയറിന് നേരെ സ്പീക്കറിലേക്കുമാണ് ലൈൻ കണക്ഷൻ ചെയ്യുന്നത്. അത് നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമ്മൾ ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ബാറ്ററി ടെർമിനലിലേക്ക് കൊടുക്കാനുള്ള ലൈനും അതേപോലെ തന്നെ ചാർജറിൻ്റെ സോക്കറ്റും പിന്നെ ആംപ്ലിഫയറിലേക്കുള്ള ലൈനുമാണ്. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും പോസിറ്റീവ് ലൈൻ ഒന്നിച്ച് കണക്ട് ചെയ്യുക, അതേപോലെ തന്നെ നെഗറ്റീവ് ഒന്നിച്ച് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്തെടുക്കാം.
അടുത്തായിട്ട് ചാർജിങ്ങിൻ്റെ സോക്കറ്റ് പുറത്തേക്ക് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ നേരത്തെ ഇട്ട ഹോളിലേക്ക് ഈ ചാർജിങ്ങിൻ്റെ സോക്കറ്റ് ഫിക്സ് ചെയ്യുക, എന്നിട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആംപ്ലിഫയർ ബോർഡിലേക്കുള്ള ഇൻപുട്ട് 12 വോൾട്ട് കൊടുക്കാം, അത് കണക്ട് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ബോക്സിലേക്ക് ബാറ്ററി ഫിക്സ് ചെയ്യാണ്. ഇനി അതിൽ ബാറ്ററിയുടെ ടെർമിനലിൽ കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കണക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്തെടുത്തതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആംപ്ലിഫയറിൻ്റെ ബോർഡ് നേരെ മുകളിലാണ് സെറ്റ് ചെയ്ത് അതിൻ്റെ വോളിയം കൺട്രോളും എല്ലാം പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്തത്. സോ ഒരു സ്വിച്ചിൻ്റെ വയർ മുകളിലേക്കും ബാക്കി സ്പീക്കറിൻ്റെ വയർ താഴത്തേക്കുമാണ് എടുത്തത്. നമ്മുടെ സ്പീക്കറെല്ലാം കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററി ടെർമിനലിലേക്കുള്ള വയർ നേരെ താഴത്തേക്കും പിന്നെ ചാർജിങ് സോക്കറ്റ് സൈഡിലേക്കും എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തെടുത്തത്. Bluetooth mode. AUX mode. FM mode. അടുത്തതായി സ്പീക്കറിൻ്റെ റൗണ്ടിൽ ഒരു ലൈറ്റ് ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് സ്ട്രിപ്പ് ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് മീറ്ററിന് 250 രൂപ റേറ്റ് വരുന്ന ലൈറ്റാണ്. ഇത് നമുക്ക് ഇനി ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ലൈറ്റിലേക്കുള്ള സപ്ലൈ നേരെ ആംപ്ലിഫയർ ബോർഡിലേക്കുള്ള സപ്ലൈയിലത്തെ സ്വിച്ചിലേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആംപ്ലിഫയർ ബോർഡ് ഓൺ ചെയ്യുമ്പോൾ ഒപ്പം തന്നെ ഈ ലൈറ്റ് കത്തുന്ന രീതിയിലാണ് ഞാൻ കണക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് കവർ ഫിക്സ് ചെയ്യാണ് വേണ്ടത്. ഞാൻ ഫിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബോക്സ് നേരെ ട്രോളിയുടെ റാഡിലേക്ക് ഫിക്സ് ചെയ്യാണ് വേണ്ടത്. അത് നമുക്ക് സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുകളിൽ 2 സ്ക്രൂ അതുപോലെ താഴെ 4 സ്ക്രൂ ആണ് വരുന്നത്. അത് നമുക്ക് ഇനി ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സ്പീക്കറിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ സ്പീക്കറിൽ സോങ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. Bluetooth mode. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടരികിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ല വീഡിയോ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.